ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വായനാ ദിന പതിപ്പാണ്. അപ്പോൾ കുട്ടികൾക്കായി തയ്യാറാക്കിയ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. വായനാ ദിന പതിപ്പ് തയ്യാറാക്കാൻ ഈ ഒരു വീഡിയോ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വായനാ ദിന പതിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയൊക്കെയാണ്: ആമുഖം, പി.എൻ. പണിക്കർ ജീവചരിത്രം, വായനയുടെ മഹത്വം, വായനാദിന സന്ദേശങ്ങൾ, വായനാദിന ക്വിസ്, മഹത് വചനങ്ങൾ, വായനാദിന കവിത, വായനാദിന പോസ്റ്റർ. അപ്പോൾ നമുക്ക് ഈ പതിപ്പ് നോക്കിയാലോ. ആദ്യം ആമുഖം. ജൂൺ 19 വായനാ ദിനം. വായനയുടെ മഹത്വം എന്താണെന്ന് കാട്ടിത്തന്ന പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായനാ ദിനമെന്നത് വെറും ഒരു ദിവസമല്ല. അറിവ് നേടാനും സംസ്കാരമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും വായന അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ഓരോ വായനാ ദിനവും നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകളിൽ നമ്മുടെ വായന ചുരുങ്ങിപ്പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ പുസ്തകങ്ങളുടെ ഗന്ധവും താളുകളും തരുന്ന അനുഭൂതി നാം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. പി.എൻ. പണിക്കർ നീട്ടിയ പാതയിലൂടെ നടന്ന് നല്ല പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് നമുക്ക് പുതിയ ചിന്തകളിലേക്ക് വളരാം. അടുത്തത് പി.എൻ. പണിക്കരുടെ ജീവചരിത്രം. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ച സാമൂഹിക നവോത്ഥാന നായകനാണ് പി.എൻ. പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സാധാരണ അധ്യാപകനായി ജീവിതമാരംഭിച്ച അദ്ദേഹം 1926 തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചു. കേരളത്തിലുടനീളം വായനശാലകളുടെ ഒരു ശൃംഖല കെട്ടിപ്പടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും വായനയുടെ വിപ്ലവം സൃഷ്ടിച്ചു. കാൻഫെഡ് എന്ന സംഘടന രൂപീകരിച്ച് കേരളത്തിലെ നിരക്ഷരത തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ഗ്രന്ഥശാല സംഘത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് 1975 യുനെസ്കോയുടെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. 2017 മുതൽ കേന്ദ്ര സർക്കാർ ഈ ദിനം ദേശീയ വായനാ ദിനമായും പ്രഖ്യാപിച്ചു. അടുത്തത് വായനയുടെ മഹത്വം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന പി.എൻ. പണിക്കരുടെ വാക്കുകൾ വായനയുടെ പ്രാധാന്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. അറിവ് സമ്പാദിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള നല്ലൊരു മാർഗമാണ് വായന. വായനയിലൂടെ ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളെയും മനുഷ്യരെയും കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നൽകാൻ വായനയ്ക്ക് കഴിയും. ദൃശ്യമാധ്യമങ്ങൾ നൽകുന്നതിനേക്കാൾ വലിയൊരു ദൃശ്യവിരുന്ന് വായനക്കാരൻ്റെ മനസ്സിൽ സൃഷ്ടിക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയും. ഭാഷ കൂടുതൽ മനോഹരമായി കൈകാര്യം ചെയ്യാനും ചിന്തകൾ വ്യക്തമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വായന സഹായിക്കുന്നു. അടുത്തത് വായനാ ദിന സന്ദേശങ്ങൾ. 1. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. 2. അറിവിൻ്റെ വെളിച്ചം പടർത്താൻ പുസ്തകങ്ങളെക്കാൾ നല്ലൊരു കൂട്ടുകാരനില്ല. 3. അറിവും വിവേകവുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ വായന ശീലമാക്കുക. 4. വീട്ടിലിരുന്നു തന്നെ ലോകം ചുറ്റാൻ വായനയോളം പോന്ന മറ്റൊരു മന്ത്രവിദ്യയില്ല. 5. അറിവുള്ള വിവേകമുള്ള ഒരു സമൂഹത്തിനായി നമുക്ക് ഒരുമിച്ച് വായിക്കാം. അടുത്തത് വായനാ ദിന ക്വിസ്. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എഴുത്തച്ഛൻ. മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഉത്തരം നവംബർ 1. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം പി.എൻ. പണിക്കർ.
കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം എന്നിലൂടെ. ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് എന്നാണ്? ഉത്തരം 1991. ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം ലളിതാംബിക അന്തർജനം. അടുത്തത് മഹത് വചനങ്ങളാണ്. വായനയെക്കുറിച്ചുള്ള മഹാത്മാരുടെ വാക്കുകളാണ് നോക്കാൻ പോകുന്നത്. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. വളരെയധികം ചിന്തിക്കുക, കുറച്ചു മാത്രം സംസാരിക്കുക, അതിലും കുറച്ചെഴുതുക, കാരണം എഴുതുന്നത് പല തലമുറകളോളം രേഖയായിരിക്കും. എബ്രഹാം ലിങ്കൻ. ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിന്. റിച്ചാർഡ് സ്റ്റീൽ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. PN പണിക്കർ. ഒരു നല്ല പുസ്തകം 100 നല്ല കൂട്ടുകാർക്ക് സമാനമാണ്, എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല ഗ്രന്ഥശാലയ്ക്ക് സമാനമാണ്. APJ അബ്ദുൽ കലാം. അടുത്തത് വായനാദിന കവിതയാണ്. പുസ്തകം എന്നുടെ ചങ്ങാതി, അറിവേകുന്നൊരു ചങ്ങാതി, വായനയെ നാം സ്നേഹിച്ചാൽ നേർവഴി കാട്ടും ചങ്ങാതി, തെറ്റേതെന്നും ശരിയേതെന്നും ചൂണ്ടിക്കാട്ടും ചങ്ങാതി, എല്ലാവർക്കും മാതൃകയായി എന്നെ വളർത്തും ചങ്ങാതി. അടുത്തത് നമുക്ക് വേണം വായന, നല്ലത് ചൊല്ലാൻ നല്ലത് കേൾക്കാൻ, നാവിൻ തുമ്പിൽ വാടിക തീർക്കാൻ, വാക്കുകൾ കൊണ്ടൊരു വാനം ചൊരിയാൻ, നമുക്ക് വേണം വായന. അടുത്തത് വായനാദിന പോസ്റ്ററാണ്. ജൂൺ 19 വായനാദിനം. അറിവിൻ ആഴങ്ങൾ അറിയാൻ വായനശീലമാക്കൂ. വായനാദിന ആശംസകൾ. അപ്പോൾ ഫ്രണ്ട്സ്, വായനാദിന പതിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോയിൽ വായനാദിന പതിപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.